ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ലേഡീസിന് മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വയമായിട്ട് എങ്ങനെ വണ്ടി റോഡിൽ ഓടിക്കാം, ഇതാണ് നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഒരുപാട് സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു ധാരണയുണ്ട്. പക്ഷെങ്കിൽ ഒരാൾ കൂട്ടത്തിലിരുന്നാൽ മാത്രമേ വാഹനം റോഡിൽ ഓടിച്ചു പോകാനായിട്ട് കഴിയുന്നുള്ളൂ. വീട്ടിൽ വാഹനമുണ്ടായിട്ടും ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനമെടുത്ത സ്ത്രീകളും ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ലേഡീസിന് ഈ ഒരു കാര്യം എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് തന്നെ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ഇത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കുക. ഒരു വണ്ടി നമുക്ക് റോഡിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ സ്റ്റിയറിങ്ങിനെ നന്നായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മളുടെ ഇടത്തെ കൈ കൊണ്ട് ഗിയർ ഷിഫ്റ്റിംഗ് കൃത്യതയോടെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയണം. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വാഹനം റോഡിൽ ഇടത് ചേർന്ന് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. മനസ്സിലായോ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്യണം. ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ വാഹനത്തിന്റെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ, പെഡലുകളുടെ ബാലൻസിങ്. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ഒരുപാട് ലേഡീസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് ലാഗ് വരും. ഈ ലാഗ് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതായത് ക്ലച്ച് ചവിട്ടാനായിട്ടുള്ള ലാഗ്, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ടുള്ള ലാഗ്, അതുപോലെ തന്നെ ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ ബ്രേക്ക് വെച്ച് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ലാഗ്, അതോടൊപ്പം തന്നെ ആക്സിലറേഷൻ കൊടുക്കാനായിട്ടുള്ള ലാഗ്, ഇതൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് സേഫ് ആയിട്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിയത്തില്ല. ഇനി നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. അപകടം ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ കിട്ടുന്നത് വരെ, അതായത് ആ ഒരു കോൺഫിഡൻസ് ലെവൽ കിട്ടുന്നവരെ നിർബന്ധമായിട്ടും വാഹനം ഓടിക്കാനായിട്ട് അറിയാവുന്ന ഒരാളെ കൂട്ടത്തിലിരുത്തണം. ഈ ഒരു ധാരണ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആളിൻ്റെ ആവശ്യമില്ല, നമുക്ക് വാഹനം ഓടിക്കാനായിട്ട് കഴിയും. ഒരുപാട് സ്ത്രീകൾ ഏറ്റവും മികച്ച രീതിയിൽ ഒരു വാഹനം റോഡിൽ ഓടിക്കുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അവരെ പോലെ തന്നെ നിങ്ങൾക്കൊരു വാഹനം ഓടിക്കാനായിട്ട് കഴിയും. പക്ഷെങ്കിൽ നിങ്ങൾ പല ആൾക്കാർക്കും വാഹനം ഓടിക്കാൻ കഴിയാത്തതിന് ഒരു കാരണം ഞാൻ പറയാം. എങ്ങനെ ഒരു വാഹനം ശരിയായ രീതിയിൽ ഡ്രൈവ് ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങളിൽ പല ആൾക്കാർക്കും ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡ്രൈവിങ്ങിൽ എല്ലാം ഒരു ബാലൻസിങ് ആണ്. സ്റ്റിയറിംഗ് മാത്രമല്ല നമ്മൾ ഡ്രൈവിങ്ങിൽ ബാലൻസ് ചെയ്യുന്നത്. നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേഷൻ്റെ ബാലൻസിങ്ങും സ്റ്റിയറിംഗ് ബാലൻസിങ്ങും തമ്മിലൊരു ബന്ധമുണ്ട്. സ്റ്റിയറിംഗ് ബാലൻസിങ്ങും ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേഷൻ്റെ ബാലൻസിങ്ങും ഗിയർ ഷിഫ്റ്റിങ്ങും തമ്മിലൊരു ബന്ധമുണ്ട്. ഇതെല്ലാം മൂന്നും ബാലൻസിങ് ആണ് ഒരേ രീതിയിൽ. ഈ മൂന്ന് കാര്യങ്ങളെ ഒരേ രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്ത് ഓടിക്കുമ്പോൾ നമുക്കൊരു വാഹനം ഏറ്റവും സേഫായിട്ട് കൺട്രോൾ ചെയ്ത് അപകടമില്ലാതെ വാഹനം ഓടിക്കാനായിട്ട് കഴിയും. ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വണ്ടി ഓടിക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഏതൊക്കെ കാര്യങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം. നമ്മുടെ വണ്ടി കിടക്കുന്ന പൊസിഷൻ മനസ്സിലാക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ എൻ്റെ വണ്ടി കിടക്കുന്ന ഒരു ഇറക്കത്താണ്. അപ്പോൾ ഒരു ഇറക്കത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടിയെ മൂവ് ആക്കുകയാണല്ലോ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം. ഒരു വണ്ടി ഒരു ഇറക്കത്തായിക്കോട്ടെ നിരപ്പത്തായിക്കോട്ടെ എവിടെയാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക് കാലി വരിക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫുൾ ക്ലച്ച് ചവിട്ടി കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതിന് ശേഷം എന്ത് ചെയ്യുന്നു? വണ്ടിയുടെ കീ നമ്മൾ ഓൺ ചെയ്യുക, വാഹനം നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗിയർ ഇടുക എന്നുള്ളതാണ്. ഇത് നിങ്ങളിങ്ങനെ ഓർത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എളുപ്പത്തിൽ വാഹനം അപകടമില്ലാതെ എടുക്കണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനം എടുക്കും. ഇപ്പോൾ എനിക്ക് റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്, റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? സ്റ്റിയറിംഗ് ഒരു റൗണ്ട് തിരിച്ചു കൊടുക്കണം. ഇതൊക്കെ ഒരു ഐഡിയ ആണ്, ഇങ്ങനെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടുന്ന് നമുക്ക് വലത്തേ സൈഡിലേക്ക് തിരിയാനായിട്ട് ഒരു റൗണ്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് വാഹനം എടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി? വലത്തേ സൈഡിലേക്ക് ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരിക്കുന്നു. ഇനി ഇറക്കത്ത് വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമാർഗ്ഗം നിങ്ങൾ ചിന്തിക്കണം. എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇറക്കത്ത് വണ്ടിയെ നമുക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് അയച്ചാൽ മതിയല്ലോ. ക്ലച്ചിൽ ഓൾറെഡി ചവിട്ടി പിടിക്കുക. ബ്രേക്കിൽ നിന്ന് അയക്കുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഇങ്ങനെ മൂവ് ആയി തുടങ്ങും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബ്രേക്കിൽ നിന്ന് കാലയക്കുമ്പോൾ നിങ്ങൾ നോക്കിയ വണ്ടി ഇവിടെ മൂവ് ആയി തുടങ്ങി. എന്നിട്ട് പതിയെ ക്ലച്ചിൽ നിന്നും കൂടെ കാലയച്ച് നമ്മുടെ വണ്ടി റോഡിൻ്റെ ഇടത്ത് വരുന്ന സമയത്ത് ഇങ്ങനെ വന്നു. ആക്സിലറേഷൻ കൊടുക്കാൻ പാടില്ല. എന്നിട്ട് പതിയെ സ്റ്റിയറിങ്ങിനെ നേരെയാക്കി വാഹനത്തിൻ്റെ റോഡിൽ സ്റ്റഡി ആകുന്നു. എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വണ്ടി എടുത്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ട പോയിന്റ് ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ
ശ്രദ്ധിച്ചാണ്. നമ്മളിങ്ങനെ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വണ്ടി സിംഗിൾ ഹാൻഡ് കൊണ്ട് ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യുകയും ആ സെയിം ടൈമിൽ നമുക്ക് ഗിയർ ലിവറിൽ നമ്മളുടെ വാഹനത്തിൻ്റെ അതായത് ഗിയർ ഷിഫ്റ്റിങ്ങും കൃത്യതയോടെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയണം. ഇതാണ് ഇനി നിങ്ങൾ പഠിക്കേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഗിയർ കൊടുത്ത് തന്നെ നിങ്ങളിങ്ങനെ വണ്ടി എടുക്കണം. വണ്ടി എടുത്തതിന് ശേഷം നിങ്ങളുടെ വലത്തെ കൈ ഇവിടെ കൊണ്ട് പിടിക്കുക, സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇടത്തെ കൈ എടുത്ത് ഗിയർ ലിവറിൻ്റെ ഇവിടെയും വെക്കുക. ഇതിങ്ങനെ ഇങ്ങനെ നോക്കിക്കുക, ഈ ഒരു രീതി. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു ഭാഗത്തേക്ക് ഇത്രയും തിരിക്കാം, ഈ ഒരു ഭാഗത്തേക്ക് അതിൽ കൂടുതലും തിരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്ത് ഇടത് ചേർന്ന് വണ്ടി വരിക. അത്യാവശ്യം നമുക്കൊരു ധാരണ കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക, ക്ലച്ച് എന്ന കാലയക്കുക. കണ്ടോ, തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരും. പക്ഷെങ്കിൽ ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളും ഗിയർ ഷിഫ്റ്റിങ്ങും തെറ്റാതിരിക്കത്തുള്ളൂ. നിങ്ങളിൽ പല ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് തെറ്റിപ്പോകും. അപ്പോൾ ഈ ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് തെറ്റിപ്പോകാൻ പാടില്ല, രണ്ടും കൂടെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴേ നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇതാണ് നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടത്. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ, ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക, മനസ്സിലായോ? അല്ലാതെ വാഹനം എടുക്കരുത്, പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക, ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കാം, എന്നിട്ട് ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കുക. സ്റ്റിയറിങ്ങിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ട് ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് നമ്മളിവിടെ വണ്ടി ഇങ്ങനെ എടുക്കുന്നു, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിന് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇങ്ങനെ ഇടുന്നു. എന്നിട്ട് ഇനി അടുത്ത ഗിയറുകൾ കൊടുക്കുന്നത് എവിടെ എങ്ങനെ കൊടുക്കണമെന്നും നിങ്ങൾ പഠിക്കണം. അത് സേഫായിട്ട് ഓടിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, തേർഡ് ഗിയർ കൊടുക്കുമ്പോൾ ഒരു നിരപ്പായിട്ടുള്ള റോഡുകളിലേ കൊടുക്കാവുള്ളൂ. ഇതുപോലെ ഒരു വളവോ തിരിവുള്ള റോഡുകളിൽ നിങ്ങൾ തുടക്കത്തിൽ കൊടുക്കരുത്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയർ ഞാനിങ്ങനെ പോവാണ്, ഒരു വളവാണെങ്കിൽ ഒരു ഹോൺ അടിച്ച് കൊടുത്തേക്കുക. എന്നിട്ട് ഇടത്തെ സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് കൈകൾ ഉപയോഗിച്ച് സ്റ്റിയറിംഗ് തിരിച്ച് നേരെയാക്കി നമ്മളിത് കറക്റ്റ് ഇങ്ങനെ ചേർന്ന് വരിക. അപ്പം നമ്മൾ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ചിട്ട് പിന്നീട് രണ്ട് കൈകളും സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും. കാരണം സ്റ്റിയറിംഗ് കുറെ കൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ കിട്ടും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, തേർഡ് ഗിയർ കൊടുക്കാനായിട്ട് തീരുമാനം എടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് വലത്തെ കൈ എടുത്ത് സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇടത്തെ സൈഡ് വണ്ടി ആക്കിയെന്ന് ഉറപ്പ് വരുത്തുക, ഗിയർ ലിവർ കൈ ഇങ്ങനെ പിടിക്കുക, തേർഡ് കൊടുക്കാൻ നേരത്ത്. സ്ട്രെയിറ്റ് റോഡ് ആകുമ്പോൾ എന്ത് ചെയ്യണം, ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക, ക്ലച്ച് പിടിക്കുക, തേർഡിലേക്ക് ഇടുക, ക്ലച്ച് നയിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും ബ്രേക്കിലേക്ക് കാല് വന്നു കഴിഞ്ഞാൽ വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട് സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക. ഇപ്പം നമുക്ക് വലത്തെ സൈഡിലേക്ക് പിടിക്കണമെങ്കിൽ നിങ്ങൾ നോക്കി ഇത്രയും പിടിക്കാം, വീണ്ടും നമുക്ക് നേരെയാക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും പിടിക്കാം, ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും പിടിക്കാം. അപ്പോൾ ഇങ്ങനെ ഓടിച്ചു വരിക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ് വരാം. ഇപ്പം നമ്മൾ തേർഡിൽ ഇങ്ങനെ പോവാണ്, ഇവിടെ ഒരു കയറ്റം കണ്ടു. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, സേഫായിട്ട് നിങ്ങൾക്ക് വാഹനം ഓടിക്കണം, ഓഫ് ആകാതെ ഓടിക്കണം. കയറ്റം കാണുമ്പോൾ എന്ത് ചെയ്യണം, നേരത്തെ സെക്കൻഡ് കൊടുക്കുക, ക്ലച്ച് എന്ന് കാലയക്കുക. നിങ്ങളിൽ പല ആൾക്കാരും എന്ത് ചെയ്യും, തേർഡ് ഗിയറിൽ ഇങ്ങനെ കയറിപ്പോയി വണ്ടി ഇനി കയറുന്നില്ല എന്ന് ഉറപ്പ് വരുമ്പം സെക്കൻഡ് കൊടുക്കും, വണ്ടി നിന്ന് പോകും. ഇതാണ് സംഭവിക്കുന്നത്. നമ്മളൊരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നേരത്തെ താഴേന്ന് സെക്കൻഡ് കൊടുത്താൽ കയറിക്കോ. അപ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള പ്രശ്നമില്ല, സേഫായിട്ട് കയറി വരാനായിട്ട് കഴിയും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു. ഇത്തിരി റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കൈ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, തേർഡ് ഗിയർ കൊടുക്കുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു, സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഇങ്ങനെ തന്നെ നിങ്ങൾ വാഹനം ഓടിച്ച് വരിക. നമുക്ക് രണ്ട് കൈകളും എപ്പോഴും ഉപയോഗിച്ച് ഓടിച്ച് നമ്മൾ ശീലിച്ച് കഴിയുമ്പോൾ നമ്മൾ ഗിയർ മാറുമ്പോഴും അല്ലെങ്കിൽ മറ്റൊരു കാര്യം നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ AC ഇടുന്ന സമയത്തൊക്കെ നമ്മളുടെ ഇടത്തേക്ക് ഈ ഒരു ഭാഗത്തേക്കൊക്കെ പോകുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വാഹനം മറ്റൊരു സൈഡിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ സിംഗിൾ ഹാൻഡ് നമ്മൾ ഡ്രൈവിങ്ങിൽ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല, നമ്മൾ കുറേ കൂടെ സ്റ്റിയറിങ്ങിൽ എക്സ്പേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക. വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്ത് കൊടുത്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം, അവിടെ ഒരു വളവും ഒരു കയറ്റവും ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടുന്ന് തേർഡ് അങ്ങ് കൊടുത്തു, എന്നിട്ട് ക്ലച്ച് നയിച്ചു. മനസ്സിലായോ? ഇങ്ങനെ ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ ചെറിയൊരു തോടിൻ്റെ ഏരിയ, ഈ ഒരു കയറ്റമൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാം, നമുക്കിവിടെ ഗിയർ ഒന്നും ഡൗൺ ചെയ്യേണ്ട, തേർഡ് ഗിയറിൽ നമുക്ക് ഇതുപോലെ വളരെ സുഖകരമായിട്ട് പോകാൻ കഴിയും. എന്നാൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, അവിടെ നിന്നൊന്നും കൊടുക്കത്തില്ല, വണ്ടി മടുത്ത് കഴിയുമ്പോഴായിരിക്കും തേർഡ് കൊടുക്കുന്നത്. നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്നത് വാഹനത്തെ മടുപ്പിച്ചിട്ടല്ല, അഡ്വാൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം വീണ്ടും നിങ്ങളെ കാണിച്ചാൽ, ഇവിടെ ഒരു വളവാണ്, നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടുള്ള ഒരു വളവാണ്, കാരണം അവിടെ നിന്നൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇവിടുന്ന് സെക്കൻഡ് അങ്ങ് കൊടുത്തു, നിങ്ങൾ നോക്കിയേ, സെക്കൻഡ് കൊടുത്ത് ക്ലച്ച് നയിച്ചു. എന്നിട്ട് ഇടത്തേക്കാല് ക്ലച്ച് ഞാൻ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പരമാവധി റോഡിൻ്റെ ഇടത് ചേർന്ന് ഞാൻ ഇങ്ങനെ വരുവാണ്, കണ്ടോ,
ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ഗിയർ പെട്ടെന്ന് ഡൗൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, വാഹനത്തിന് ഓവർ സ്പീഡ് വരുന്നില്ല, നമ്മളുടെ വാഹനം നമ്മുടെ കൺട്രോളിൽ കിട്ടും. ഈ ഗിയർ ഡൗൺ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ വേഗത കുറയുവാണ്. ശരിക്കും പറഞ്ഞാൽ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് തന്നെയാണ്, ഒരു എഞ്ചിൻ ബ്രേക്കിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഇനി വീണ്ടും ഒരു കയറ്റം കണ്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നേരത്തെ ഇവിടുന്ന് തന്നെ ക്ലച്ച് പിടിച്ച് ഫസ്റ്റിലേക്ക് ഇട്ട് ക്ലച്ചേ നയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ഇത്രത്തോളം നമുക്ക് സേഫായിട്ട് ഈ കയറ്റം കയറി പോകാനായിട്ട് കഴിയും. കണ്ടോ? അപ്പോൾ ഇത്രത്തോളം നമ്മൾ സേഫായിട്ട് ഈ ഒരു കയറ്റം കയറി അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്ത് കയറി പോകുന്നു, ഇടത് ചേർന്ന് വരുന്നു, സ്റ്റിയറിംഗ് ബാലൻസ് നമുക്ക് ലഭിക്കും. എന്നിട്ട് വീണ്ടും ഇവിടെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഞാനിത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ടേൺ എടുക്കുകയാണ്. ഇങ്ങനെ ടേൺ എടുത്ത് ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും, ഇടത്തേക്കാല് ക്ലച്ചിലും ബ്രേക്കിലേക്കും കൂടെ വന്ന് വാഹനത്തെ ഞാനിവിടെ സ്ലോ ചെയ്തുകൊണ്ട് സ്റ്റിയറിങ്ങിനെ നേരെയാക്കുന്നു. ഇല്ലെങ്കിൽ വണ്ടി ആ കുഴിയിലേക്ക് പോകും. മനസ്സിലായോ? കാരണം ഇങ്ങനെ ടേൺ എടുത്ത് വരുവാണല്ലോ, അപ്പോഴേ നമ്മളുടെ കാല് ബ്രേക്കിലേക്ക് വരിക. നിങ്ങളൊരു വാഹനത്തെ ശരിക്കും പറഞ്ഞാൽ കയറ്റത്തെടുക്കാനായിട്ട് പഠിക്കണം. കാരണം നമ്മൾ കയറ്റത്തെടുക്കാൻ പഠിച്ചാലുള്ള ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ എത്ര വലിയ കയറ്റങ്ങളിലും എടുക്കാനായിട്ടുള്ള ഐഡിയ കിട്ടിയാൽ നമുക്ക് കോൺഫിഡൻസ് ലെവൽ നല്ല രീതിയിൽ വർദ്ധിക്കും. രണ്ട്, നമുക്കൊരു ട്രാഫിക്കുള്ള റോഡിൽ വണ്ടി എടുക്കാനായിട്ട് എളുപ്പം വരും, ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ വണ്ടി എടുക്കാനായിട്ടുള്ള എളുപ്പം വരും, ഒരു ഗട്ടറുള്ള റോഡിൽ വണ്ടി എടുക്കാനായിട്ടുള്ള എളുപ്പം വരും. കാരണം ഗട്ടറുള്ള റോഡിലൊക്കെ നമ്മൾ ഹാഫ് ക്ലച്ചിൽ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തെടുത്താലേ വണ്ടി കയറത്തുള്ളൂ. കാരണം കല്ലിലൊക്കെ ആയിരിക്കും വാഹനം കിടക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് കയറ്റത്ത് വാഹനം നിർബന്ധമായിട്ട് എടുക്കാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും. ഞാൻ കയറ്റത്തെടുക്കുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങൾ അതൊന്ന് കയറി കണ്ടിട്ട് ആ ഒരു കാര്യം കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി നിങ്ങൾ സിംഗിൾ ഹാൻഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഒരു അത്യാവശ്യം വില്ലേജ് റോഡിൽ, ഇതുപോലെയുള്ള വില്ലേജ് റോഡിൽ നിങ്ങൾ എല്ലാ ഗിയർ ഇട്ട് വാഹനം ഡ്രൈവ് ചെയ്യണം. മനസ്സിലായോ? ഒപ്പം തന്നെ ഇവിടെ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം നിങ്ങൾ അത്യാവശ്യം തിരക്കേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തിരക്കുള്ള റോഡല്ല, വീതിയുള്ള റോഡുകളിലേക്ക് ചെല്ലുക. ഇവിടെ എല്ലാം ഒരാളെ കൂട്ടത്തിലിരുത്തി ഡ്രൈവ് ചെയ്യുക. എന്നിട്ട് ഈ സിംഗിൾ ഹാൻഡിനും ഗിയർ ഷിഫ്റ്റിങ്ങിനും ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷനും ഈ രീതിയിൽ അതായത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബാലൻസ് ലഭിക്കും. ഇത് ഡെയിലി നിങ്ങൾ ഒരു ദിവസം ഒരു മണിക്കൂർ നിങ്ങൾ വണ്ടി ഓടിക്കണം. ഒരു രാവിലെ ഒരു 6 മണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 7 മണി വരെയൊക്കെ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുമല്ലോ. അത്തരത്തിൽ നിങ്ങൾ 1 മണിക്കൂർ ഡെയിലി ഒരാളെ, നല്ല വാഹനം ഓടിക്കാനായിട്ട് ഒരാളെ കൂട്ടത്തിലിരുത്തിയിട്ട് ഇത്തരത്തിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ നല്ല രീതിയിലുള്ള ചേഞ്ച് വരും. കാരണം നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് മെയിൻ കേസാണ്, അതിന് നമ്മളെ സിംഗിൾ ഹാൻഡ് സഹായിക്കും. ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റത്തില്ല. ഒപ്പം തന്നെ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും ഈ രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരും. ഞാൻ ഒരുപാട് പേർക്ക് ഈ രീതിയിലുള്ള മെത്തേഡുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.